ഞാൻ ഡോക്ടേഴ്സിനെ കുറ്റം പറഞ്ഞില്ല. കാരണം നമുക്കൊക്കെ ഒരു അസുഖം വരുമ്പോ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഡോക്ടർ നമുക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ നമുക്കൊരു ഒരു വാക്ക് നമ്മളടുത്ത് പറയും. ഇതൊക്കെ എന്ത് ചെറിയ അസുഖം, വലിയ അസുഖമാണെങ്കിൽ പോലും ചെറിയ അസുഖം അല്ലേ എന്ന് പറയുമ്പോഴാണ് നമുക്കൊരു സമാധാനം ഉണ്ടാവുന്നത്. ആ ഡോക്ടർ നമ്മള് പൈസക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാരും ജീവിക്കുന്നത് പൈസക്ക് വേണ്ടിയിട്ടാണ് ചേട്ടാ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ കൊണ്ടുവന്ന് എന്നെ കരയിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. പിന്നെന്താ പക്ഷെ മറ്റേ ഈ കരയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? കരയില്ല എന്ന് പറയുന്നത് പിന്നെ എന്തിനാ കരഞ്ഞ? നീ കരയാൻ പാടില്ല, ബോൾഡ് ആയിട്ട് നിൽക്കണ്ട. നീ ഒരു പെൺകുട്ടിയല്ലേ? ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ബോൾഡ് ആയിട്ട് നിൽക്കുന്നത്? ഞാൻ അത്ര ബോൾഡൊന്നുമല്ല. കരച്ചു വന്ന് ഞാൻ കരയും, ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും. പല സിറ്റുവേഷനിൽ എനിക്ക് ദേഷ്യം വന്ന് പല കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പലത് പറയാനും കാണിക്കാനും പാടില്ലാത്ത പല കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും ഞാൻ അതിനെ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ ചേട്ടാ. തമാശയല്ല, ഇത് തമാശയല്ല. ബെന്നിയൊക്കെ എന്നെ അടിക്കാൻ വേണ്ടിട്ടാണ് വന്നത്. ഡോക്ടറിന് എന്തോ പറഞ്ഞു പറഞ്ഞിട്ടൊക്കെ അങ്ങനെ വന്നത്. അവർക്കൊക്കെ ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാ. ഞാൻ ഇന്ന് തമാശ രൂപത്തിലല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കാണിച്ചിട്ടുള്ളൂ. ചേട്ടാ പിന്നെ എന്തിനാണ് അവരുടെ ഞാനിങ്ങനെ അനുകുട്ടിനെ ഇന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണോ ഞാൻ? എത്ര ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങിയതാ? എന്നിട്ട് ചേട്ടാ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? എങ്ങനെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അത് നിന്റെ ഞാൻ പറയാം. എനിക്ക് ഇങ്ങനെ ഒരു പെങ്ങന്മാര് വീട്ടിലുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു മോളുണ്ട് വീട്ടില്. അല്ല, അവരോട് ഞാൻ കാണിക്കുന്ന തമാശയും അവരെ കരയിപ്പിക്കുന്നതും അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലേ ഞാൻ ചെയ്തോളൂ. ഇവിടെ വരുന്ന എന്തിനാണ്? നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? അത് ചേട്ടൻ പറ. ഗെയിം കളിച്ച് ജയിച്ച് വിൻ ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നത്. ഓരോരുത്തർക്ക് ഓരോ കണ്ടന്റ് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നടക്കാണ്. അതിന്റെ ഭാഗമായിട്ട് കണ്ടാ പോരെ? ശരിയാണ്. പിന്നെ അതിൽ കയറി കരയുന്നെന്തിനാ? കരയുന്നത് ഞാൻ കരഞ്ഞതാ? പിന്നെ കരഞ്ഞല്ലേ? കരഞ്ഞത് എന്തിനാണ് ഞാൻ കരഞ്ഞത്? എന്തിനാ കരഞ്ഞ? ഞാന് ഡോക്ടേഴ്സ് അവിടെ ആ വാദത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഉറച്ചു നിന്നിട്ട് ബോൾഡ് ആയിട്ട് കാര്യം പറയണം. അവിടെ പോയി കരയല്ലേ വേണ്ടേ? നിങ്ങളെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നിൽക്കണം. അതിന് നീ എന്താ ആദ്യം പറഞ്ഞ? ഞാൻ ഇവിടെ എന്തെന്നെ വന്നാലും മല ഇടിഞ്ഞു വന്നാലും ഞാൻ കരയില്ല എന്നല്ലേ നീ ആദ്യം പറഞ്ഞേ? ഇവിടെ നീ കരയാൻ പാടുണ്ടോ? നമുക്ക് നടന്ന കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആരും കുറ്റപ്പെടുത്തുകയോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല. അങ്ങനല്ലേ പെങ്ങളെ ശ്രദ്ധിച്ചിട്ട് എന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ അവിടെ അടിച്ചു വാരിക്കൊണ്ട് നിന്നു. രാവിലെ മുതൽ എനിക്ക് നല്ല കരുത്തേന ഉണ്ട്. ഞാൻ അവിടെ നിൽക്കുക ചേട്ടാ പറയട്ടെ. അടിച്ചു വാരിക്കൊണ്ട് നിന്നു. ഇതൊന്ന് കാര്യം പറയട്ടെ പ്ലീസ്. അടിച്ചു വാരിക്കൊണ്ട് നിന്നു. അടിച്ചു വാരി ഞാൻ പറയുന്നത് ഇനി എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഷാനവാസിക്ക പറഞ്ഞിരുന്നു ചേട്ടൻ വന്നതിന് ശേഷം ചോദിക്കാം, കുട്ടി ചോദിക്കാം എന്ന് പറഞ്ഞിരുന്നു. ശരത്തേട്ടൻ പറയുന്നത് അനു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ശരത്തേട്ടൻ പറയുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, പൈസക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർമാര് ഇരിക്കണതെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഷാനവാസിക്ക.